ഇപ്പോൾ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റ് ജനപ്രതിനിധികൾ, പ്രിയമുള്ള കൃഷി ഡിപ്പാർട്ട്മെന്റിലെ കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള ADO ഉൾപ്പെടെയുള്ള ജീവനക്കാരെ, ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന നമ്മുടെ മികച്ച കർഷകരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ആദ്യമേ തന്നെ പുതുവർഷത്തിന്റെ മംഗളങ്ങൾ വളരെ സ്നേഹപൂർവ്വം നേരുകയാണ്. ഈ പുതുവർഷം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷപൂർണ്ണവും ഐശ്വര്യപൂർണ്ണമാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചിങ്ങം 1 കർഷക ദിനമാണ്. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരെ ആദരിക്കുവാൻ അവർക്ക് വേണ്ടി ഒരു ദിവസം നമ്മൾ മാറ്റിവെക്കുകയാണ്. നമ്മുടെ കേരളം എത്രയൊക്കെ വളർച്ച കൈവരിച്ചാലും ഇന്നും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതും നമുക്ക് നമ്മുടെ അന്നം മുടങ്ങാതിരിക്കണമെങ്കിൽ മണ്ണിൽ പണിയെടുക്കുന്ന ഇതുപോലുള്ള കർഷകർ നമുക്ക് അനിവാര്യമാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ കൃഷിക്ക് പ്രോത്സാഹനമായിക്കൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് മുനിസിപ്പാലിറ്റികളും മറ്റ് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അങ്ങനെ എല്ലാ മാർഗങ്ങളും പ്രയോജനപ്പെടുത്തി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്നത്തെ കാലത്ത് കൃഷി ആദായകരമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഗുണമേന്മയുള്ള വിത്ത് മുതൽ വിപണനം വരെ കർഷകന് ആവശ്യമായിട്ടുള്ള ഒരു പിന്തുണയും പ്രോത്സാഹനവും എല്ലാ തലങ്ങളിലും ലഭ്യമാക്കാൻ സാധിച്ചാൽ മാത്രമാണ് കൃഷി നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വലിയ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ വലിയ പ്രയാസങ്ങൾ കർഷകർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ശക്തമായ മഴ അല്ലെങ്കിൽ വരൾച്ച, പെട്ടെന്നുണ്ടാകുന്ന കാറ്റുവീഴ്ച, ഒരു കാറ്റൊക്കെ വന്നാൽ ഒരു പ്രദേശം മൊത്തം എടുത്തു പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിലൊക്കെ കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് ലഭിക്കുന്നത് വളരെ തുച്ഛമായിട്ടുള്ള തുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വർഷം മുതൽ സംസ്ഥാന ഗവൺമെന്റ് കൃഷി ഇതുപോലെ കാലവർഷക്കെടുതിയിൽ അല്ലെങ്കിൽ കാറ്റുവീഴ്ചയിലും ഒക്കെയായി കൃഷിനാശം സംഭവിക്കുന്നതിനുള്ള നഷ്ടപരിഹാര തുക അത് 25% വർദ്ധിപ്പിച്ച് കൊടുക്കുവാനായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, നെല്ല് കർഷകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തുക നമുക്ക് കുടിശ്ശികയായിട്ട് കൊടുക്കുവാനുണ്ടായിരുന്നു. ആ നെൽകർഷകരുടെ സപ്ലൈകോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി, സംഭരിക്കുന്നതിന് കുടിശ്ശിക കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ടുള്ള പണവും ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാ കാലവും ആവശ്യപ്പെടുന്നതാണ് അതിന്റെ താങ്ങുവില ഉയർത്തണമെന്നുള്ളത്. 200 രൂപയായിട്ട് താങ്ങുവില ഉയർത്തുവാൻ ആളുകളായിട്ട് കർഷകരുടെ ഭാഗത്ത് ഉയർത്തണമെന്നുള്ള ആവശ്യമാണ്. അത് 250 രൂപയായി റബ്ബറിന്റെ താങ്ങുവില ഉയർത്തുവാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ അത് 300 രൂപയാക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും അത് ആ തുകയിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. അങ്ങനെ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റി ആയാലും നമ്മുടെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ, പദ്ധതികൾ ആവിഷ്കരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ എല്ലാ മേഖലയിലും നമുക്ക് എല്ലാ മാർഗങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന നയം തന്നെയാണ്. ഇന്നത്തെ ഈ കർഷകരുടെ പരിപാടി ഏറ്റവും ഭംഗിയായി സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത അങ്കമാലി നഗരസഭാ ഭരണസമിതി സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന മുഴുവൻ കർഷക സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. നമുക്ക് സാധാരണ നിലയിൽ രാവിലെയാണ് ഈ പരിപാടി നടത്താറ്. പക്ഷേ ഇവിടെ പറഞ്ഞു കാണും, ഇത്തവണ സംസ്ഥാനതല കർഷകരുടെ പരിപാടി നമുക്ക് എറണാകുളത്ത് വെച്ചാണ് നടത്തപ്പെട്ടത്. രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് നമ്മുടെ ജില്ലയിലെ പ്രദേശ സ്ഥാപനങ്ങളിലുള്ള പരിപാടി ഉച്ചയ്ക്ക് ശേഷമായിട്ട് മാറ്റിയത്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരിടുന്നു. നമ്മൾ ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന കർഷകരുണ്ട്. സാധാരണ എല്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ ആറ്റികൾ കേന്ദ്രീകരിച്ചാണ് ഈ പരിപാടി നടത്തുന്നത്. കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ അങ്കമാലി നിയോജകമണ്ഡലത്തിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ആദരിക്കപ്പെടുന്ന കർഷകരെ എല്ലാവരെയും നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്ത് ആദരിക്കുന്ന ഒരു പരിപാടി നമ്മൾ നടത്താറുണ്ട്. കഴിഞ്ഞ വർഷവും നടത്തിയിരുന്നു. ഈ വർഷവും
ഇവിടെ അത് മുടക്കം കൂടാതെ ഇന്നിവിടെ മുനിസിപ്പാലിറ്റിയിൽ ആദരിക്കുന്ന മുഴുവൻ കർഷകരെയും നമ്മൾ നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്ത് മറ്റൊരു ആദരവ് കൂടി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും എന്ന് അറിയിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു.